സത്യം പറഞ്ഞോ? എടി കൊന്നുകളാ സത്യം പറയടി. എനിക്കിപ്പോ അറിയണം, എനിക്കിപ്പോ അറിയണം. ഇതാരുടെ നിക്കറാടി? ഇതാരുടെ നിക്കറാടി? എനിക്കറിയില്ല അത് ആരുടെയാന്ന്. എടി ഞാനന്ന് വള്ളി നിക്കർ ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞോ? നിന്റെ കള്ളക്കാമുന്റെ അടി. അല്ല, അതാ ടിപ്പു കൊണ്ട് നെട്ടതായിരിക്കും. പിന്നെ ടിപ്പൂന് ഭ്രാന്തല്ലേ ആ ചുരമ്പടി ഇവിടെ കൊണ്ടിടാൻ വേണ്ടി? അയ്യോ അതല്ലെന്ന്, അപ്പുറത്തെ വീട്ടിലെ പട്ടി ടിപ്പുവിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. ഞാൻ ഒത്തിരി പട്ടിയെ കണ്ടിട്ടുണ്ട്. ഈ വള്ളി നിക്കറിട്ടോണ്ട് നടക്കുന്ന പട്ടി ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞോ? എനിക്കറിയില്ല എന്റെ ദൈവമേ. നിർത്ത്. എന്താ ചേട്ടത്? പണ്ടത്തെ കാലത്താണ് ഭാര്യയും ഭർത്താവ് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നാണോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ? ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ എന്താ പ്രശ്നമെന്നോ? എടാ ദാ ഇത് ഇവിടെ ഉള്ളതാണ് പ്രശ്നം. ഇതില്ലാത്തതല്ലേ പല സ്ഥലത്തും പ്രശ്നം. എടാ അതല്ലെന്നും ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പം മിറ്റത്ത് ഈ നിക്കർ കിടക്കുന്നു. എടാ വള്ളി നിക്കർ ഞാൻ ഇടത്തില്ല. ഇവിടെ കള്ളക്കാമ വേണ്ടിയല്ലടാ അത്, അല്ലേ? ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് എന്തായാലും ചേട്ടനെ നിക്കറല്ല. അല്ല ചേട്ടൻ എന്തൊരു വലുതാ നോക്കിയേ. അങ്ങനെ അല്ലെങ്കിൽ നിക്കറ് മുറ്റത്തോട് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എടാ ഉദാഹരണത്തിന് നിന്റെ അയ്യത്താ കിടക്കുന്നെങ്കിൽ നിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? പറഞ്ഞ പോലെ എന്റെ വീട്ടിലെ ഫ്രണ്ടിൽ എങ്ങനെയാണ് ഈ നിക്കർ വന്നത്? ഈ നിക്കർ ഇവിടെ എങ്ങനെ വന്നു? അതാ ചേട്ടനടുത്ത് വലിച്ചെറിഞ്ഞത്. അതല്ല, ആ ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ ഫ്രണ്ട് നിക്കർ വന്നെന്ന്. സത്യം പറഞ്ഞ ആരെ നിക്കറടിയത്? നീ ഒരുപാട് കളിക്കലുണ്ട്. സ്വാമിക്ക് ശരിക്കും അറിയത്തില്ല. എടാ ഉദാഹരണം. ഏത് സുധാകരന്റെ? ഏത് സുധാകരന്റെ നിക്കറ്? എനിക്ക് പറഞ്ഞേ പറ്റും. കഞ്ചാവ് നിർത്തടാ. ഞാൻ ഉദാഹരണത്തിന് ഈ നിക്കറിന്റെ അകത്ത് പറഞ്ഞല്ലേ. ഓ അങ്ങനെ ചുമ്മാ സംശയിച്ചു. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരല്ലേ? ഈ പ്രണയിച്ച് കല്യാണം കഴിച്ച ദമ്പതികൾ വഴക്കുണ്ടാക്കുന്നത് ഒട്ടും ശരിയുള്ള കാര്യമല്ല. നീ പ്രേമിക്കുന്ന കാര്യം നീ ഒന്നും പറയൊന്നും വേണ്ട. എടാ ഇവിടെ പ്രേമിക്കുന്ന കാലത്ത് എനിക്ക് ഇവിടെ കാണുമ്പോൾ ഭയങ്കര ഇംപ്രഷൻ ആയിരുന്നു. ഇപ്പോഴാ ഇപ്പം ഡിപ്രഷനാണ്, അറിയാവോ? നിങ്ങൾക്ക് മാത്രമല്ല ഡിപ്രഷൻ, എനിക്കുണ്ട്. നിങ്ങൾ കേൾക്കണം. എനിക്ക് ഈ ജീൻസും പാന്റൊക്കെ ഇട്ടടക്കം ഭയങ്കര ഇഷ്ടാ. ഒന്നിന് ഈ ചേട്ടൻ സമ്മതിക്കൂലെന്നേ. അതല്ലെങ്കിൽ ഈ ജീൻസും പാന്റും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കൊള്ളാം. എന്റെ മെക്കിട്ടേറാൻ വന്നാലുണ്ട്. അതല്ലേ എപ്പോഴാണ് ബെൽറ്റൂരി അടിക്കുന്നത് പറയാൻ പറ്റൂല. അതെ, നിങ്ങൾ വെറുതെ കിടന്ന് തല്ലുകൂടണ്ട. ജീൻസ് ഇടണ്ട, പോട്ടെ പോട്ടെ. സാരി ഉടുക്കാലോ. സാരി ഉടുക്കാം. ആ ഞാൻ ഏതെങ്കിലും ഒരു കടയിൽ കയറി സാരി എടുത്തു കഴിഞ്ഞാൽ ആ സാരിയുടെ തുമ്പ് ചേട്ടൻ ഇഷ്ടപ്പെടൂല. ഞാനിപ്പോ ഒരു സിൽക്ക് സാരി എടുത്തെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ആ സിൽക്ക് സാരിയുടെ തുമ്പ് ചേട്ടൻ ഇഷ്ടപ്പെടൂല. ഞാനൊരു കോട്ടൺ സാരി എടുത്തെന്ന് വിചാരിക്കട്ടെ. ആ കോട്ടൺ സാരിയുടെ തുമ്പും ഇങ്ങനെ ഇഷ്ടപ്പെടൂല. നിങ്ങൾക്ക് എന്താ സാരിയുടെ തുമ്പ് ഇഷ്ടപ്പെടാത്തത്? തുമ്പിലല്ലേ റേറ്റ് എഴുതി വെച്ചേക്കണത് 3000 ഗുണവ സാരിക്ക്. എന്റെ പട്ടി മേടിച്ചു കൊടുക്കും. അല്ല തടത്തുണി എടുത്ത് കൊടുക്കടി. നിങ്ങൾക്കറിയോ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. വെഡിങ് ആനിവേഴ്സറിയാ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബോത്ത് ഓഫ് യു. ചേട്ടാ എന്നിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയില്ലേ? എനിക്ക് വിചാരമുണ്ടല്ലോടി, ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കാം. പായസം ഉണ്ടാക്കിയ അത് അങ്ങനെയാണെങ്കിൽ ഈ വെഡിങ് ആനിവേഴ്സറി നമുക്ക് അടിച്ച് പൊളിക്കണം. പിന്നെ ഒരു ചെറുത് കീച്ചിട്ടൊന്നുമില്ല. ഇതില്ലേ നശിച്ച നിക്കറ്. നീ പോയി കേക്ക് സെറ്റ്. ഓക്കെ ഒരു കാര്യം പറഞ്ഞ ഹലോ ഹലോ ആ സുനന്ദയുടെ വീടുന്നല്ലേ? അതെ ആണല്ലേ? അപ്പൊ ഓർഡർ ചെയ്ത ഗിഫ്റ്റുമായിട്ട് വന്നാ. ഗിഫ്റ്റ് അല്ലേ? അല്ല പൈസ അതെ പൈസ ആയിട്ടില്ല. ഞാൻ പേ ചെയ്ത് തന്നാ മതിയോ? മതി. എവിടെയാ സ്കാനർ ഒന്ന് കാണിച്ചേ. എന്റെ കയ്യിലല്ലോ. അയ്യോ ഇറർ കാണിക്കണേ. ടെൻഷൻ വേണ്ട, പതിയെ അയച്ചാ മതി. ധൃതിയില്ല എനിക്ക്. അതെ ചേച്ചി, അല്ല വെപ്രാളം എടുത്തിട്ട് വില കുറച്ച് വെള്ളം കിട്ടുന്നെങ്കിൽ. വെള്ളം അതിപ്പോ തരാട്ടാ. അതെ ഒരു ഗ്ലാസ് പായസം തരട്ടെ. അയ്യോ പായസം വേണ്ട. അല്ല ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അതുകൊണ്ടാ. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ എനിക്ക് പായസം വേണ്ട. 350 ഷുഗർ. അത് കുഴപ്പമില്ല, ഞാൻ പഞ്ചസാരയൊക്കെ കുറച്ചായിട്ടേക്കുന്നു. ആണല്ലേ? അങ്ങനെ ഒരു ഗ്ലാസ് എടുത്തോ. ശരി കേട്ടാ, ഇത് ഞാൻ നോക്കണേ. പായസം കുടിച്ചിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നമാവോ? കൊച്ചു സ്നേഹത്തോടെ തരുമല്ലേ, എന്നാലും കുടിച്ചേക്കാം. ഞാനിത് നോക്കട്ടെ, നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. അയ്യോ 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 വിയർക്കുന്നല്ലോ. തലകറങ്ങണ പോലെ തോന്നുന്നല്ലോ. ഷുഗർ ലെവൽ കൂടിയാ. അയ്യോ നാക്കൊക്കെ റിസ്ക് ആയല്ലോ. അയ്യോ അയ്യോ അതെ സെന്റായേ. ഇയാളെന്തോന്ന് ഇരുന്ന് ആലോചിക്കുന്നേ?
ചേട്ടാ ചേട്ടാ അനങ്ങണില്ലല്ലോ. ചേട്ടാ അയ്യോ, ചേട്ടാ ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചാടി വന്നിട്ടൊന്ന് കുളിക്കാൻ വേണ്ടിയാ. എന്റെ ദൈവമേ, അയാള് വന്ന് എന്നെ കൊല്ലും. ചേട്ടാ ചേട്ടാ ഒന്ന് എഴുന്നേക്കുന്നേ. എഴുന്നേറ്റ് പോടോ. അയ്യോ, ദൈവമേ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ചാക്കിട്ട് മൂടി വെക്കാം. എന്റെ ദൈവമേ, ഇപ്പെങ്ങാനും ചേട്ടൻ വന്ന അല്ലെങ്കിൽ ചൂടുവെള്ളം തിളപ്പിക്കണ്ടടി, ഉള്ള പൂസ് പോവും. അയ്യോ, ഞാനിതെങ്ങനെ പിടിച്ചു നീക്കാനാ എന്റെ ദൈവമേ. ആരുടെയാണ് ഇതാരുടെ? അവന്റെ ആയിരിക്കും. അവന്റെ തന്നെ. പൊന്നെ, ഒത്തിരി ഉള്ളവൻ എതിലെയൊക്കെ കൊണ്ടിടും. ഒരെണ്ണം ഉള്ളവൻ കഷ്ടപ്പെട്ട് അതും നോക്കി വളർത്തി അങ്ങനെയൊക്കെ അങ്ങ് ഇരിക്കും. ആരും ഇല്ലേ? സുനന്ദേ, സുനന്ദേ. അയ്യോ, അമ്പിളി കണ്ടത് കമ്പിളി അമ്മാവൻ. കമ്പിളി നാരങ്ങ അല്ല അതല്ല. അയ്യോ അമ്പിളി. അയ്യോ, എന്തായിരുന്നു പേര്? എടി അമ്പിളി. എനിക്കും തെറ്റുവാണുള്ളത്. കമ്പിളി കണ്ടത്തെ അമ്പിളി അമ്മാവൻ. അമ്പിളി മാമൻ. അമ്മാവ, ഇവിടെ ആരുമില്ല. അമ്മാവൻ പൊയ്ക്കോ. എന്നാ പറഞ്ഞേ? അല്ല, നീ എന്നാടി പറഞ്ഞ? നിനക്ക് എന്തോ വെപ്രാളം പോലെ. അമ്മാവൻ എന്താ ഇപ്പൊ പെട്ടെന്ന് വന്നേ? പെട്ടെന്ന് വന്ന എന്നാന്നോ? എന്റെ അടി ഒന്നും പറയണ്ട. അവിടെ ഭയങ്കര മഴ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാ. ആണോ? ഞാനും ചേട്ടനും കൂടി മലയൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരുന്നതാ. ഈ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് വരണ്ട, മലയെല്ലാം ഒലിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്തിരുന്ന് കാണാം. ഇതെന്നതാടി? ഇത് കൊലയാ. കൊലയോ? ദൈവമേ, സാക്ഷി പറഞ്ഞു വരും. ഞാൻ അടുത്ത പ്രകാശത്തിന് പോവാ. അല്ല അമ്മാവ, അതല്ലെന്ന്. വാഴക്കൊല, വാഴക്കൊല പഴുപ്പിക്കാൻ. വാഴക്കൊലയായിരുന്നോ? എന്നാ മുഴുത്ത കൊല ചെയ്ത് ഇത് പിടിച്ചത്? ഞാൻ നോക്കട്ടെ. ഇത് പാളയംകോടനാ. പിഞ്ച് സാധനമാണല്ലോടി. ഇത് പഴുക്കണം. അടിയിലൊക്കെ പഴുത്ത് കിടപ്പുണ്ട് രണ്ടെണ്ണം. ഇത് കുഴപ്പമില്ല, ഇതന്നെ കാളാമുണ്ടനാന്ന് തോന്നുന്നു. ഇത് പിടിച്ചേ, ഇത് പിടിച്ചേ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. എന്നതാണ് നിനക്ക് ഇത്ര വെപ്രാളം? എന്റെ അമ്മാവാ, എന്തോ ഉണ്ടല്ലോ. എന്നാൽ ഈ കൊല അല്ല, കോല അവിടെ ഇരുന്നോട്ടെ. കോല പഴിപ്പിക്കാൻ വെച്ചേക്കല്ലേ. ഒരു കാര്യം ചെയ്യ്, അമ്മാവൻ വന്നല്ലേ ഉള്ളൂ, പോയി റെസ്റ്റ് എടുത്തോ. റെസ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ഇതിന്റെ അകത്ത് ആ പഴുത്ത സാധനം അത് പഴുക്കട്ടെ. ചായയുടെ കൂടെ കഴിക്കാൻ. ചായ ഞാൻ തരാം. അമ്മാവനകത്തേക്ക് പോ. ഈ റെസ്റ്റ് ഒക്കെ തിന്നു കഴിഞ്ഞാ എന്നാലും എന്റെ ഈശ്വര, എന്നെ കൊല്ലൂന്ന് അങ്ങേര് വന്നാല്. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. അയ്യോ ചേട്ടാ. ഒന്നുമില്ല. ചേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അപ്പൊ വരാൻ പാടില്ലായിരുന്നോ? അയ്യോ, വരണം ചേട്ടൻ, വരണം. നിനക്ക് എന്താടി? എനിക്ക് ഞാൻ ചോദിക്കട്ടെ, നീ അപ്പുറത്ത് ചെന്നപ്പോ അവന്റെ വൈഫ് പറഞ്ഞായിരുന്നു എന്തോ സർപ്രൈസ് ഗിഫ്റ്റ് മേടിച്ചു വെച്ചേക്കുന്നത്. പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ്, ചേട്ടനുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ തരും. ഇങ്ങോട്ട് വാ. ഇവിടെ കൊണ്ടിട്ടെ. ഇതാരാണ് ഇവിടെ കൊണ്ടിട്ടെ? ഞാൻ ഇവിടെ അടുത്ത് കളഞ്ഞ നിക്കറ. അപ്പൊ ഞാൻ പോയ സമയത്ത് നിന്റെ കാമുകൻ ഇവിടെ വന്നല്ലേ? ഇവിടെ കൊണ്ടിട്ടെ. എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഇവിടെ വന്നേന്ന്. അപ്പൊ നിന്റെ കാമുകൻ മുറിക്കാത്തോണ്ടല്ലേ? ഈ കാമുകനെ പെരക്കകത്ത് വെച്ച് അടച്ചിട്ട് എന്റെ ഭാര്യയുടെ രഹസ്യ കാമുകനെ ഞാൻ പിടിച്ചേ. എന്റെ കാമുകൻ അമ്മാവനാ. ഏതമ്മാവൻ? അമ്മാവൻ വലിച്ച് ഇതിലും പേരെ നിന്റെ കാമുകനെ പിടിച്ചാ മതിയല്ലേ? അമ്മാവാ, ആരടാ അത്? മാമാ ബാസി. അമാവാസിയോ? അല്ല, അമ്മാവ ബാസി വന്നെന്ന്. ബാസി. എന്താണ് അവിടെ ഒരു ഒച്ചപ്പാടും ബഹളവും? എന്താ പ്രശ്നമെന്നോ? എന്റെ അമ്മാവ, ഈ നിക്കറാണ് പ്രശ്നം. ഇത് ഇവിടെ കള്ളക്കാമുകന്റെ നിക്കറാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ നിക്കറാണിത്. കള്ളക്കാമുകന്റെയോ? എടാ, ഇത് അവിടെ കിടന്ന സാധനം ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നതല്ലേ? നിന്റെ കാറ്റത്ത് പറന്നു പോയെന്നോർത്ത് ഞാൻ ഇവിടെ കൊണ്ട് ഇട്ടതാണ്.
അമ്മാമ എടുത്തോണ്ട് വന്നതാണ് ഇനി അല്ലാതെ ആശം പിടിക്കാനായിട്ട് ഒരു നിക്കറ്. കണ്ട വെറുതെ എന്നെ സംശയിച്ചില്ലേ ഇപ്പൊ സംശയിച്ചില്ലേ പോട്ട്. ഏ? അല്ലാതെ എന്ത്? എന്തെന്ന്? അല്ലാതെ അല്ല, എന്തെന്ന്? അല്ലാതെ അത് കൊലയല്ലേ ഒലേ ഏ? എന്തിനാണ് സൗണ്ട് എന്താ കേൾക്കണല്ലേ സൗണ്ട് കേൾക്കണില്ല. ഇതിനായിട്ട് സൗണ്ട് ഉണ്ട് ഇനി ഇതിലല്ല. ആരെങ്കിലല്ലേ അയ്യോ ഇത് കൊലയല്ലേ ഇത്? ഇതെന്റെ- ഈശ്വരാ. ആ, അപ്പൊ നിന്നെ കള്ളക്കാമൂനെ പിടിച്ചടി അയ്യോ, ഞാനേ- കള്ളക്കാമൂനെ പിടിച്ച് കണ്ടാ ഞാൻ കാണാതിരിക്കാൻ വേണ്ടി ചാക്കിട്ട് മുടിയൊക്കെ ഇവിടെ കള്ളക്കാമുകൻ അമ്മാവൻ കണ്ടോ ഇവിടെ കള്ളക്കാമുകൻ കള്ളക്കാമുക ഞാൻ നോക്കിയിരിക്കുവായിരുന്നു പതിരെ അടിച്ചാൽ കലക്കെ പതിര എന്റെ ചേട്ടാ ഞാൻ ഈ ചേച്ചിയുടെ കള്ളക്കാമോനൊന്നുമല്ല. ഇന്ന് നിങ്ങളുടെ രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറി ആണോ? അപ്പൊ ഈ ചേച്ചി ചേട്ടന് തരാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തായിരുന്നു. അത് തരാൻ വേണ്ടി വന്നതാ. അപ്പൊ ഈ ചേച്ചി സന്തോഷം കൊണ്ട് എനിക്കുള്ള പായസം കൊണ്ട് തന്നു. ഞാനത് കുടിച്ചപ്പോ എന്റെ ഷുഗർ ലെവൽ കൂടി. പിന്നെ ഞാൻ ഈ ചാക്കിന്റെ അടി എങ്ങനെ വന്നെന്ന് എനിക്കൊരു പിടിയില്ല, എനിക്കറിയില്ല. എടാ അത് നീ പഴാന്നോർത്തെ വാഴക്കൊലയാന്നോർത്ത് അതിലെ വിളിയൊക്കെ പിടിച്ച് ഞെക്കിയാർന്ന് വേദന എടുത്തോടാ കൊച്ചേ. അല്ലേ ഞാൻ അതല്ല അമ്മാവ ആലോചിക്കുന്നത് ഇവരെങ്ങനെ ഈ ചാക്കിലടി വന്നെന്ന്. അല്ല, അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാ. നിങ്ങളുടെ ഈ സംശയം കാരണം ഇങ്ങനെ തല ഇറങ്ങി വീണപ്പോ ഞാൻ ആ ചാക്കെടുത്ത് ഇങ്ങനെ മൂടി ഒളിപ്പിച്ചത്. എന്നെ ഇതുപോലെ സംശയിച്ചോണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായേ. ഓട്ടടി അത് ക്ഷമിച്ച് കള എനിക്ക് പറ്റി എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഇപ്പൊ പറ്റിപ്പോയി. അത് പോട്ടെ എന്നെ സംശയിക്കും. ഇല്ലല്ലോ പോയി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഉറപ്പ് താനും. ഇല്ലല്ലോ സംശയിക്കത്തില്ല. അത് സംശയിക്കില്ല. പിന്നെ അവന്റെ പൈസ കൊടുത്തു വിട്ടെ. ചേച്ചി പൈസ കയറിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് പോ. പോട്ടെ നീ ക്ഷമിക്കണ. എന്തെല്ലാം ഇടങ്ങേടുണ്ടായേ. ഹലോ അപ്പൊ ഇന്നത്തെ ദിവസം വഴക്കുമില്ല വക്കാണുമില്ല സംശയമില്ല ഒരു പ്രശ്നമില്ല. ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങളുടെ മകൻ സർപ്രൈസ് ഗിഫ്റ്റ് കേക്ക്. ഈ കേക്ക് കട്ട് ചെയ്ത് ഈ വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഇന്ന് ആഘോഷമായിട്ട് ആഘോഷിക്കുന്നു. റെഡിയല്ലേ? അപ്പൊ ഇതായിരുന്നു നിന്റെ ഒക്കെ സർപ്രൈസ് അല്ലടാ. കേക്കോടങ്ങി അടിച്ചോണ്ടെന്നവൻ പറഞ്ഞാണ് സർപ്രൈസിന്റെ. അപ്പൊ രണ്ടുപേരും ചേർന്ന് ഈ കേക്ക് മുറിക്കുന്നു. ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ അടിച്ച് പൊളിക്കുന്നു. അപ്പൊ എന്റെ സംശയം ഇനി മേല എന്റെ പൊന്നിനെ ഞാൻ സംശയിക്കില്ല. അപ്പൊ ഐശ്വര്യമായിട്ടൊരു പുതിയ ജീവിതത്തിലേക്ക് വീണ്ടും കിടക്കുകയാണ്. ഓക്കെ അപ്പൊ അടുത്ത വർഷം നമുക്ക് ഇതുപോലെ സന്തോഷമായിട്ട് കേക്ക് മുറിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ. ഇത് ഇങ്ങോട്ടും ആ ഇവിടെ അച്ചാറുണ്ടായിരുന്നല്ല. പിന്നെ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഭാര്യമാരെ സംശയിക്കരുത്. കാരണം മരണം വരെ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയാണ്. അറിയാവോ? സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ്, ദേവതയാണ്, ഭൂമി ദേവിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഇനി ആരും പെണ്ണുങ്ങളെ ഉപദ്രവിക്കോ സംശയിക്കോ ചെയ്യരുത്. ഞാൻ പൊക്കോട്ടെ. മാവ ഈ സമയത്ത് എവിടെ പോന്നു? എന്റെ വീട്ടിൽ പോണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് പോവാ മാവ. അത് പറ്റിയാൽ അമ്മായി തന്നെ ഉള്ളു, എനിക്ക് ചെല്ലണം. അതിനിപ്പോ എന്ത് വന്നു? എടാ രാവിലെ പാൽക്കാർ വരും, കേബിളുകാർ വരും, ബാങ്കുകാർ വരും. അവളുടെ മനസ്സെങ്ങാനും മാറിയാലോ? ഈ വയസ്സാം കാലത്താ? പിന്നെ വയസ്സായെന്നല്ലേ ഉള്ളൂ, മനസ്സിപ്പോഴും ചെറുതല്ലേ. അമ്മ ഉമ്മാവൻ പോടാ അവിടുന്ന്.